പുതിയതായിട്ട് ഞാൻ നിങ്ങളൊരു ഷോറൂം പരിചയപ്പെടുത്തുകയാണ്. അത്രയ്ക്കും ക്വാളിറ്റിയുള്ള 100% ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് എല്ലാം. ഇത് 2022 11 മാസം വണ്ടിയാണ്. 11 മാസം. ഓക്കെ, അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 24 മാസം വരെ വാറണ്ടി ഉണ്ട്. വാറണ്ടി പീരീഡിൽ വണ്ടിയാണ്. കമ്പനി വാറണ്ടി നിലവിൽ നിൽക്കുന്ന വണ്ടിയാണ്. പിന്നെ അടുത്തൊരു ഡീസൽ വണ്ടി കാണിച്ചു കൊടുക്കാം അല്ലേ? ബ്രസ. ഇത് 2019 ZD പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക് ബ്രസ. ഇനി ഇതാണെങ്കിലും ഈ i20 ആണെങ്കിലോ ഇത് ഡീസൽ വണ്ടിയാണ്. ആസ്റ്റ ഓപ്ഷൻ കമ്പനി ഓപ്ഷനിൽ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. 6 എയർ ബാഗ് വരുന്ന വണ്ടി. അതെ. ഏതാ മോഡല്? ഇത് 2022 11 മാസം വണ്ടിയാണ്. 22-11. അപ്പൊ ഇതിന് എനിക്ക് തോന്നുന്നു 4 വർഷം കണ്ട് വാറണ്ടി ഇല്ലേ? ഇതിന് ഫസ്റ്റ് കമ്പനി വരാം 3 വർഷത്തെ വാറണ്ടി അല്ലേ? നിങ്ങൾ ആരെങ്കിലും നല്ലൊരു i20 എടുക്കണം, എന്നാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു i20 ഓട്ടോമാറ്റിക് CVT ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഒരു ക്രിസ്റ്റയും കൂടി കാണിച്ചാൽ ഇവിടെ മൊത്തം 3 ഉണ്ടല്ലേ? 2019 3. പിന്നെ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര? 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20? വെറും 20,000. 2 വീൽ ഓട്ടോമാറ്റിക് 2021 എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 17/3/2021. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ ആരും മിസ് ചെയ്യരുത് കേട്ടോ. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അതായത് ഈ ഒരു ഷോറൂമിൽ ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്ന എല്ലാ വണ്ടികളും 2017 ശേഷമുള്ള വണ്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ഒരു വണ്ടികളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളൊരു പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി ഷോറൂമിൽ പോയി നോക്കിയാൽ എങ്ങനെയാണോ ഒരു വണ്ടി കാണുന്നത് അതേ കണ്ടീഷനിലായിരിക്കും. അത്രയ്ക്കും ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഷോറൂമിൻ്റെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അതായത് ATC കാർസ് എന്നാണ് ഈ ഒരു ഷോറൂമിൻ്റെ പേര്. ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ പിലാത്തറ മണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെയാണ്. അപ്പോൾ പുതിയതായിട്ട് ഞാൻ നിങ്ങളൊരു ഷോറൂം പരിചയപ്പെടുത്തുകയാണ്. അത്രയ്ക്കും ക്വാളിറ്റിയുള്ള 100% ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് എല്ലാം. അത് മാത്രമല്ല ഇവരുടെ ഒരു വീഡിയോ ഇതുവരെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒന്നിലും വന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മളാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നല്ല നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒന്ന് വന്ന് നോക്കിയിട്ടെങ്കിലും പോകാം കേട്ടോ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു 10-15 വണ്ടികൾ ഇന്നിവിടെ കാണിക്കാണ്ട് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോട്ടോ. നല്ല ക്വാളിറ്റിയുള്ള കിടിലം വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീൽസ് വരുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും നമ്മുടെ അബ്ദുള്ളയാണ്. അബ്ദുള്ള, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം, യൂട്യൂബിലേക്ക് സ്വാഗതം, ഫേസ്ബുക്കിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഇവർ വീഡിയോ ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നല്ല വണ്ടികൾ കൊടുക്കുക അല്ലേ? നമ്മളിപ്പോൾ ആക്ച്വലി 2017 അല്ല 19 ശേഷം വണ്ടികളാണ് ഉള്ളത്. ഇവിടെ ഉള്ളത് മൊത്തം 19. അപ്പോൾ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ 19 ശേഷം എന്ന് പറയുമ്പോൾ ഒരു വണ്ടിയായിട്ടുള്ളൂ 2018. ബാക്കിയൊക്കെ 2019 ശേഷമുള്ള വണ്ടികളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവും, കിലോമീറ്റർ അത്രയും കുറഞ്ഞതായിരിക്കും അല്ലേ? ആക്ച്വലി നമ്മൾ അതുകൊണ്ട് അങ്ങനത്തെ വണ്ടികൾ എടുക്കുന്നത്. പഴയ വണ്ടികളാകുമ്പോൾ കൂടുതൽ കംപ്ലൈൻസ് വരാം, ഫീഡ്ബാക്ക് മോശം വരാം, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതാവുമ്പോൾ അങ്ങനത്തൊന്നുമില്ല. വേറൊരു കാര്യമുണ്ട്, ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് പോകുന്ന ഒരാളും കുറ്റം പറയില്ല. ഒരു 2 കൊല്ലത്തേക്ക് ഇവിടെയുള്ള ഒരു വണ്ടിക്കും കംപ്ലൈന്റ് വരില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ സർവീസ് ഒന്നും ചെയ്യാണ്ട് ഓടിച്ചിട്ട് കംപ്ലൈന്റ് ആയാൽ നമ്മളെ പറയരുത്. ഓൾമോസ്റ്റ് വണ്ടികൾ കമ്പനി വാറണ്ടി ബാക്കി ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷനുള്ള വണ്ടികളാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഈ സ്വിഫ്റ്റ് അങ്ങ് പറഞ്ഞു തുടങ്ങിയാലോ? ഓഹോ, അപ്പോൾ എന്തായാലും നമ്മുടെ ATC കാർസിലെ ആദ്യത്തെ വണ്ടി ഒരു സ്വിഫ്റ്റ് ആണ്. ഇവിടെയുള്ള ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കണ്ടുപോകാം. അപ്പോൾ എന്തായാലും ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2022 11 മാസം വണ്ടിയാണ്. 22-11 മാസം. ഓക്കെ, അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 24-11 മാസം വരെ വാറണ്ടി ഉണ്ട്. വാറണ്ടി പീരീഡിൽ വണ്ടിയാണ്. കമ്പനി വാറണ്ടി നിലവിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇത് ഓട്ടോ എത്രയാ? ആകെ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 10,000 ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അതായത് ഇതിന്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 14/11/2022 ആണ് കേട്ടോ. കാര്യമായ ടച്ചപ്പ് പോലും കയറാനുള്ള ഒരു സമയം ആയില്ല അല്ലേ? ഒന്നുമില്ല. അലോ വീൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് വേരിയന്റ് ഏതാ? ഇത് ZXi വരുന്നത്. ZXi, അതായത് ഏറ്റവും ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരും. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പ് മാത്രമേ ഉണ്ടാവില്ല അല്ലേ? ബാക്കി ക്ലൈമറ്റ് കൺട്രോൾ AC എല്ലാം വരും. ക്ലീൻ വണ്ടിയാണ്. 10,000 ഓടി ടയറാണ്. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്ക് 25,000 കൂടി നിങ്ങൾക്ക് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. നല്ല അടിപൊളി ഇന്റീരിയർ, ക്ലീൻ വണ്ടി. പിന്നെ പ്രൈസും കൂടി ഒന്ന് കേൾക്കട്ടെ. ഇതിന് നമ്മളിപ്പോൾ 790 ആസ്കിംഗ് പ്രൈസ്. 790. അതായത് 22 മോഡൽ വെറും 10,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് നിങ്ങൾ പുതിയത് എടുക്കാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുതിയതിന് എന്ത് വില ഉണ്ടെന്ന് അറിയോ? പുതിയതിന് കമ്പനി ഒരു 10 അടുപ്പിച്ച് വരുന്നുണ്ട്. 9.5 ആ ഒരു റേഞ്ചിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 2 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ ഡിപ്രിസിയേഷൻ കിട്ടും അല്ലേ? അതൊരു ചെറിയ പൈസ അല്ല കേട്ടോ. കാരണം 2 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്ന ഒരു പുതിയ വണ്ടി എടുക്കുന്നതല്ലേ? പിന്നെ ഇപ്പോൾ കൊടുത്ത ആൾക്ക് ഭയങ്കര നഷ്ടമാണ്, മേടിക്കുന്നവന് ഭയങ്കര ലാഭമാണ്. അതാണ് അതിന്റെ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതെ അങ്ങനെ കൊടുത്താണ് അല്ലേ? അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ല. പലരും വിചാരിക്കും ഇത്രയും ചെറിയ കിലോമീറ്റർ ഓടുമ്പോൾ എന്തിനാണ് ഈ വണ്ടി വിൽക്കുന്നതെന്ന്. അത് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ വല്ല അബ്രോഡ് പോകുന്നതായിരിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ.
ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ വീഡിയോന് മേലഭാഗത്ത് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. അതല്ലാണ്ട് ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്, പിന്നെ വാട്സപ്പിൽ. അതുപോലെ ഈ നാട്ടിൽ തന്നെ ഓടി വേണ്ടിയാണ്, നമ്മൾ ഈ റീസൺ ഓടി വേണ്ടിയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അടിപൊളി പെട്രോൾ വണ്ടി. പിന്നെ അടുത്തൊരു ഡീസൽ വണ്ടി കാണിച്ചു കൊടുക്കാം അല്ലേ. ബ്രസ. ഇത് 2019 ZE+ ഡീസൽ ഓട്ടോമാറ്റിക് ബ്രസ. അതായത് ZE+ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് മുതൽ സകല സാധനങ്ങളും ഉണ്ടാവും. അതിന്റെ പുറമെ ഓട്ടോമാറ്റിക്കും കൂടിയാണ് കേട്ടോ. എത്ര ഓടിയിട്ടുണ്ട് ഇത്? ഓട്ടം 85,000 കിലോമീറ്റർ. 85 അല്ലേ. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം? എവറി 10,000 കിലോമീറ്റർ സർവീസ് ഉണ്ട്. എല്ലാം കമ്പനിയാണ്, ഇൻഷുറൻസ് അടക്കം കമ്പനിയാണ്. അടിപൊളി. ടയേഴ്സ് 4 പുതിയത്, ഓൾമോസ്റ്റ് പുതിയത് തന്നെയാണ്. ടയേഴ്സും 90% ഉണ്ട്. ചെറിയ ചെറിയ സ്ക്രാച്ചസ് പോലും ആക്ച്വലി ഇല്ല എന്ന് തന്നെ പറയാം. ഇന്റീരിയർ ആണെങ്കിലും ആ കമ്പനി കൊടുത്ത സീറ്റ് കവർ തന്നെയാണ് അല്ലേ. നല്ല വൃത്തിയാണ്. അതെ അതെ, ക്ലീൻ വണ്ടിയാണ്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 9,000 ആസ്കിംഗ് പ്രൈസ്. 9,000 അല്ലേ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന പ്രൈസുകളൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കില്ല? മാക്സിമം ചെയ്ത് കൊടുക്കില്ല. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും നമ്മുടെ ഷോറൂമാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ഒരാൾക്ക് സാധാരണ നിങ്ങൾ കൊടുക്കുന്നതിലുപരി ഒരു ഡിസ്കൗണ്ട് കൊടുത്തിരിക്കണം. അതെന്തായാലും കൊടുക്കുമല്ലോ. ഓക്കെ, അതിന്റെ കാര്യം നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, റോഡ് മാസ്റ്റർ ഇട്ട വീഡിയോ കണ്ടിരുന്നു, അത് കണ്ടിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് ഡിസ്കൗണ്ട് തരാൻ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചാൽ ഇവർ ചെയ്തു തരും കേട്ടോ. 9,50,000 രൂപയ്ക്ക് ഇത് കൊണ്ടുപോകാം. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മളൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞാൽ സ്വിഫ്റ്റിന് ഫുൾ ഓൺ കയറുമോ? ഫുൾ ഓൺ അല്ല, ഒരു 90% ലോങ്. 90%. അതുപോലെ കമ്പനി ഇൻഷുറൻസ് തന്നെയാണ് വണ്ടി ഉള്ളത്. ബമ്പർ ടു ബമ്പർ പുതിയ ഇൻഷുറൻസ്. ഓക്കെ, അത് 790 അല്ല നമ്മൾ വില പറഞ്ഞത്? 790. അപ്പോൾ എങ്ങനെയായാലും ഒരു 7.5 വരെ കയറുമോ ലോണ്? 7.5 അടുപ്പിച്ച് കയറും. അത് പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും. ഒരാളെ പ്രൊഫൈൽ അനുസരിച്ച് അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. നിങ്ങളുടെ പ്രൊഫൈൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തു തരും. ഇതിനാണെങ്കിൽ എത്ര ലോൺ കയറും? ഇതിനാണെങ്കിൽ ഒരു 85-90% എന്തായാലും കയറും. എമൗണ്ട് ആയിട്ട് പറയുകയാണെങ്കിൽ എത്ര കയറും? എമൗണ്ട് ആയിട്ട് കയറുകയാണെങ്കിൽ ഒരു 8.5 വരെ കയറും. ചെയ്യാൻ പറ്റും അല്ലേ. ഇത് ഏകദേശം നമ്മൾ 1,00,000 രൂപ കാണണം. അതെ, അതും ഏറ്റവും കുറഞ്ഞ ലോൺ എമൗണ്ട് ആണ് പറയുന്നത്. നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്രയും ചെയ്തു തരും. ഇനി ക്രെറ്റ ഏതാ മോഡൽ? ഇത് 2022 11 മാസം വണ്ടിയാണ്. 22-11. അപ്പൊ ഇതിന് എനിക്ക് തോന്നുന്നത് 4 വർഷം കണ്ട് വാറണ്ടി ഇല്ലേ? ഇതിന് ഫസ്റ്റ് കമ്പനി വരാം 3 വർഷത്തെ വാറണ്ടി അല്ലേ. അപ്പോ 22 എന്ന് പറയുമ്പോൾ 25 വരെ നിലവിൽ കമ്പനി വാറണ്ടിയിലുള്ളത്. 25 11 മാസം വരെ ഉണ്ട് കേട്ടോ. 11 മാസം എന്ന് പറയുമ്പോൾ നവംബർ വണ്ടിയാണ്. പിന്നെ ഏതാ വേരിയന്റ് ഏതാ? ഇത് വരുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ. SX ഓപ്ഷനിലാണോ? SX ഓപ്ഷൻ. പെട്രോൾ അല്ലേ. എത്ര ഓട്ടം വരുന്നത് ഓൺലി 9,000 കിലോമീറ്റർ. 9,000 കിലോമീറ്റേഴ്സ് മാത്രം ഓടിയിട്ടുള്ള പെട്രോൾ വണ്ടിയാണ്. പിന്നെ ഈ പെട്രോൾ വണ്ടിക്കൊക്കെ ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിഷയം എന്നല്ല ശരിക്കും, അതൊരു ഫാക്റ്റാണ്. ഒരു 12 മുതൽ 15 വരെ മാക്സിമം മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. ഓട്ടോമാറ്റിക് ആണ്, 16 കിട്ടും. മാനുവൽ ആണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു കൂടുതൽ കിട്ടും. ഹൈവേയിലൊക്കെ 16 കിട്ടും. സീറോ ക്ലെയിം വണ്ടിയാണ് കേട്ടോ. സിറ്റിയിലേക്കൊക്കെ എന്തായാലും ഒരു 12 മുതൽ 15 പ്രതീക്ഷിച്ചാൽ മതി അല്ലേ. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, സീറോ ക്ലെയിം വണ്ടിയാണ്. ഫുൾ കമ്പനി തന്നെ ക്ലീൻ വണ്ടി അല്ലേ. ക്ലീൻ വണ്ടി. അതായത് നിങ്ങളൊന്ന് ആലോചിക്കണ്ടോ, പുത്തൻ വണ്ടികളാണ് എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലാതെ ധൈര്യമായിട്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ 2 വർഷമല്ല, ഇനിയിപ്പോൾ കമ്പനി വാറണ്ടി ഇല്ലെങ്കിൽ തന്നെ ഇതിന് നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റും വരാൻ പോകത്തില്ല. അതാണ് അതിന്റെ ഒരു സത്യം അല്ലേ. ഇതിന് വേറെ ഒന്നുമില്ല, റീപെയിന്റോ ടച്ചപ്പോ ഒന്നുമില്ല. ഇത് പുതിയതിന് എന്ത് വില വരുന്നുണ്ടെന്ന് അറിയോ? പുതിയതിന്റെ ആക്ച്വൽ പ്രൈസ് അറിയില്ല. ഒരു 15-16 മേലെ എന്തായാലും വരും. 18-അടുത്തൊക്കെ ഉണ്ട്. ഓപ്ഷൻ കൂടിയല്ലേ എന്തായാലും വരും. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ നമ്മൾ ഇത് എത്ര രൂപയ്ക്ക് നമ്മൾ കൊടുക്കും? ഇത് 14.65 ആസ്കിംഗ് പ്രൈസ്. 14.65. ഏകദേശം നമുക്കൊരു 4,00,000 രൂപേന്റെ ഒക്കെ ഡിപ്രീസിയേഷൻ എന്ന് പറയാം അല്ലേ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പിന്നെ നിങ്ങളുടെ നെഗോസിയേഷൻസ് ഒക്കെ കഴിയുമ്പോൾ ഒരു എമൗണ്ട് മാക്സിമം ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആൾക്കാർ വരുമ്പോൾ പ്രത്യേകിച്ചും അത് സ്പെഷ്യൽ പരിഗണനയായിട്ട് ചെയ്ത് കൊടുക്കണം. പറഞ്ഞ പോലെ 90% ലോൺ കിട്ടും അല്ലേ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 13.5 സുഖമായിട്ട് കയറേണ്ടല്ലേ. പുത്തൻ വണ്ടി കൂടി അല്ലേ. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇനി ഒരു ഇന്നോവ ക്രിസ്റ്റ. ഇത് കിടിലൻ സാധനമാണല്ലോ. ഇതേതാ മോഡലൊക്കെ? ഇത് 2019 തന്നെ 2.8 G4 ഓട്ടോമാറ്റിക്. പുതിയ വണ്ടി 2.8 വരുന്നില്ല അല്ലേ. ഓക്കെ, ഇത് പിന്നെ ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് കിട്ടും. പിന്നെ എന്ത് മൈലേജ് ഉണ്ടാവും? 11 കിലോമീറ്റർ 12 ആ ഒരു റേഞ്ചിൽ കിട്ടും. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതെ, G4 ഓട്ടോമാറ്റിക് ആണ്. 2.8 അല്ലേ. ഇതിൽ അലോവീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഓട്ടോമാറ്റിക്കലി വരും അല്ലേ. അതെ. എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 22/10/2019 ആണ്. 10 മാസം. എത്ര ഓടിയിട്ടുണ്ട് ഇത്? ഓട്ടം വരുന്നത് 82,000 കിലോമീറ്റർ ഓടി. 82,000. പിന്നെ ഇന്നോവയെ സംബന്ധിച്ച് 82,000 എന്നൊക്കെ പറയുന്നത് എന്താ പറയാ, വളരെ തുച്ഛമായ കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. പ്രോപ്പർ സർവീസ് ഉണ്ടല്ലോ അല്ലേ. പക്ക കമ്പനി സർവീസ്. 10 എല്ലാം ഉണ്ട്. ഒന്നുമില്ല. എന്തെങ്കിലും ആക്സിഡന്റോ ക്ലെയിമോ? ഒന്നുമില്ല. സീറോ. അത് ഞാൻ ഈ ചോദിക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ അടുത്ത് ഇല്ലാന്ന് നിങ്ങൾ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ആൾക്കാർ കൂടി ഒന്ന് കേട്ടോട്ടെ. ഒരു വണ്ടിക്ക് ഇവിടെ ക്ലെയിം ഒന്നും ഇല്ലാത്ത വണ്ടികളാണ്. പക്ഷെ എന്നാലും ഞാൻ എല്ലാത്തിനും ഒന്ന് ചോദിക്കുക. മാക്സിമം എടുക്കുമോ അത് ശ്രദ്ധിച്ച് എടുക്കാറുള്ളൂ അല്ലേ. ഓക്കെ, ക്ലീൻ വണ്ടിയാണ്, വൈറ്റ് കളറാണ്. പിന്നെ എന്താ പ്രൈസ് വരുന്നത്? ഇതിനിപ്പം പ്രൈസ് വരുന്നത് നമുക്ക് 21.75 ആസ്കിംഗ് പ്രൈസ്. ചെറിയ നെഗോഷ്യബിൾ ആണ്, ആക്കി കൊടുക്കുക അല്ലേ. 21,75,000 രൂപ. അത് മാക്സിമം കുറച്ച് കൊടുക്കാമല്ലോ അല്ലേ. മാക്സിമം കൊടുക്കാം. ഓക്കെ, എന്തായാലും
നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. 21,75,000 രൂപയാണ്. പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലോ ബഡ്ജറ്റ് വണ്ടികളല്ല ഒന്നും. ഒരു മിഡ് റേഞ്ചിന്റെ മുകളിലേക്കുള്ള സെഗ്മെന്റ് ആണ് അല്ലേ. പിന്നെ പുതിയ വണ്ടിയിലേക്ക് പോകുന്നവർ പോകണ്ട, അവർക്കാണ് ഏറ്റവും നല്ലത് അല്ലേ. നല്ലൊരു പൈസ ഡിപ്രീസിയേഷനിൽ എടുക്കും. പിന്നെ ഈ ക്രിസ്റ്റയ്ക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നതിന്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഫ്രഷ് വാങ്ങുമ്പോൾ ഒറ്റയ്ക്ക് നല്ലൊരു പൈസ പോകും പിന്നെ വിൽക്കുന്ന സമയത്ത്. ഇതാവുമ്പോൾ വലിയൊരു ഡിപ്രീസിയേഷൻ വരില്ല. ഇനിയിപ്പോ നിങ്ങൾ 2 കൊല്ലം കഴിഞ്ഞ് വിറ്റാൽ ഇതിന് വലിയൊരു കുറവൊന്നും വരാൻ. നമ്മൾ ഓൾറെഡി കൊടുത്ത വണ്ടികളൊക്കെ ഇപ്പൊ അതേ പൈസ നമുക്ക് എടുക്കാൻ പറ്റും മുമ്പ് കൊടുത്ത വണ്ടികൾ. അതെ അതാണ് അതിന്റെ ഒരു ഗുണം. ടൊയോട്ട വണ്ടീന്റെ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും നല്ലൊരു i20 എടുക്കണം, എന്നാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു i20 ഓട്ടോമാറ്റിക് CVT ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇത് ഏതാ മോഡലൊക്കെ? 2019 6 മാസം വണ്ടിയാണ്. 19 6 മാസം അല്ലേ? ഓക്കെ. അതായത് എക്സാക്ട് ഡെലിവറി പറഞ്ഞാല് 18/6/2019 ആണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 59,000 കിലോമീറ്റർ. 59 അല്ലേ? 60 സർവീസ് ഓൾറെഡി ഡൺ ചെയ്തു. അപ്പൊ ഇനിയിപ്പോ കൊണ്ടുവന്ന ആൾ അടുത്ത 10,000 ഒന്നും ചെയ്യണ്ട. അതുപോലെ 4 പുതിയ ടയർ ഇട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. ക്ലീൻ, അതായത് സർവീസ് ഹിസ്റ്ററി ഒക്കെ കിട്ടുമല്ലോ അല്ലേ? ബ്രിഡ്സ്റ്റോണിന്റെ 4 ടയർ ആയിട്ടുള്ള പുതിയ നല്ല ക്ലീൻ ടയറും ഉണ്ട്. അത് മാത്രമല്ല, പിന്നെ ഇതിനകത്ത് മെയിൻ ഒരു ഗുണം എന്ന് പറയുന്നത് CVT ആയതുകൊണ്ട് നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാനും പറ്റും. ഇത് വേരിയന്റ് ഏതാ? ഇത് സ്പോർട്സ് പ്ലസ് വേരിയന്റ്. സ്പോർട്സ് പ്ലസ്. പക്ഷേ സ്പോർട്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ബട്ടൺ ഷാട്ടും ഇല്ല, ബാക്കി എല്ലാ സാധനവും. അലോയ് വീൽസ് വരും, അതുപോലെ തന്നെ ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു 10, 11, 12, 13 ആ ഒരു റേഞ്ച് മതി. അതെ. പിന്നെ CVT ആയതുകൊണ്ടാണ് ഓടിക്കുമ്പോൾ കംഫർട്ട് അത് വേറെയാണ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കംപ്ലൈൻസ് 100% കംപ്ലൈന്റും ഇല്ല. പക്ഷെ നല്ല എൻക്വയറി ഉണ്ട് കേട്ടോ ഓട്ടോമാറ്റിക്. അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഓവർ ഓട്ടോ ഒന്നും ഇല്ലാത്ത ഒരു ഫാമിലിയിലേക്കൊക്കെ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ്. സ്റ്റാൻഡേർഡ് വണ്ടിയാണ്, കംപ്ലൈന്റ് ഇല്ല, അങ്ങനെ ഒരുപാട് കൂടുതൽ മൂവിംഗ് വണ്ടിയാണ് ഓട്ടോമാറ്റിക്. ഓക്കെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതിപ്പം 6,90,000 ആണ് ചോദിക്കുന്നത്. നോക്കി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? 6,90,000 രൂപയാണ്. 2019 CVT. കമ്പാരിറ്റീവ്ലി ലോ കിലോമീറ്റർ ആണ്. ഒന്ന് ചെക്ക് ചെയ്തെടുത്തോളൂ, ഫുൾ ഹിസ്റ്ററി കിട്ടും. ലോൺ കയറുമോ? ലോൺ കയറും. ഒരു 85% ലോൺ എന്തായാലും കയറും അല്ലേ? ഏകദേശം ഒരു 6 ലക്ഷം രൂപ സുഖമായിട്ട് കയറില്ലേ? എന്തായാലും കയറും. ഇനി ഇതാണെങ്കിൽ ഈ i20 ആണെങ്കിലോ? ഇത് ഡീസൽ വണ്ടിയാണ്. ആസ്റ്റ ഓപ്ഷൻ കമ്പനി ഓപ്ഷനിൽ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. 6 എയർ ബാഗ് വരുന്ന വണ്ടി. അതെ. ആസ്റ്റ ഓപ്ഷനിൽ ഡീസൽ ആയതുകൊണ്ട് തന്നെ ഏതാ മോഡല്? ഇത് 2019 4 മാസം വണ്ടിയാണ്. 19 4 മാസം അല്ലേ? ഓക്കെ. അതായത് 25/4/2019 ആണ്. ഇതിൽ കീല സെൻറ്ററും ബട്ടൺ ഷാട്ടും വരും, എല്ലാവിധ ഫീച്ചേഴ്സും വരും. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളാണെങ്കിലും 90% ടയർ. നല്ല ടയർസാണ്, മോശമൊന്നുമില്ല കേട്ടോ. ക്ലീൻ വണ്ടിയാണ്. ഇന്റീരിയർ ആണെങ്കിലും നല്ല അടിപൊളി സീറ്റ് കവർ. ഈ ഡീസൽ വണ്ടീൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൈലേജ് ആയിരിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ഒരു 18-20 സുഖമായിട്ട് കിട്ടും. 20 കിട്ടും. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ടച്ചപ്പും ഇല്ല. ടച്ചപ്പ് ചെറിയ ബമ്പറിന്റെ ഭാഗത്തൊക്കെ ചെറിയ ടച്ചപ്പ് വന്നിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. വേറെ ബോഡി സൈഡിലേക്കൊന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞാൽ? കിലോമീറ്റർ 62,000. 60 സർവീസ് ചെയ്താണ് അല്ലേ? അപ്പൊ ഇനി അടുത്തൊരു 8,000 കിലോമീറ്റർ ഒന്നും ചെയ്യണ്ട, ഓടിച്ചാൽ മാത്രം മതി. ഈ പറഞ്ഞ പോലെ ഭയങ്കര എൻക്വയറി ഉണ്ട് i20 ഡീസൽ. i20 ഡീസൽ, അതുപോലെ തന്നെ സ്വിഫ്റ്റ് ഡീസൽ, ഇതൊക്കെ അടിപൊളി ക്ലീൻ വണ്ടിയാണ്. ആർക്കെങ്കിലും വേണേ നോക്കിക്കോളൂ. 2019 4 മാസം വണ്ടി. പിന്നെ എന്താ പ്രൈസ്? പ്രൈസ് വരുന്നത് 8,15 ആണ്. വലിയൊരു നെഗോഷ്യബിൾ അല്ല അല്ലേ? മാക്സിമം റേറ്റ് കുറവാണ് ഓൾറെഡി. അതെ. പിന്നെ 19 മോഡൽ ഉണ്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ബട്ടൺ ഷാർട്ടൊക്കെ വരുന്ന വണ്ടിയാണ്. അലോവിയിൽ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഡീസൽ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിനെന്തായാലും കുറച്ചൊരു റേറ്റ് കൂടുതലാണ്. അതുപോലെ ഈ ഡിമാൻഡും. അതെ. പിന്നെ ഇത് വേറൊരു കാര്യം കേട്ടോ, ഇതിപ്പോ നാശമായി പോണ സാധനം ഒന്നുമല്ല. ഇപ്പൊ ഒരു മാസം ഇവിടെ വെച്ചാലും ഉറപ്പായിട്ടും ആരെങ്കിലും റേറ്റ് കിട്ടും. അപ്പൊ അവർക്ക് അങ്ങനെ വില കുറച്ച് കൊടുക്കൂല എന്നുള്ളതാണ്. അത്രയും മാർക്കറ്റുള്ള വണ്ടികൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏകദേശം സുഖമായിട്ട് 8 ലക്ഷം രൂപ ലോൺ കയറുമോ? എന്തായാലും കയറും അല്ലേ? ഒരു 50,000 റേഞ്ചിൽ ട്രാക്ക് പോലെയാണ് ലോൺ. അതിപ്പോ നമ്മൾ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായി. കാരണം പലരും മറ്റേ ഫുൾ ലോൺ എന്ന് കേൾക്കുമ്പോൾ വരും. പക്ഷെ പ്രൊഫൈല് വളരെ നിർബന്ധമാണ്. ബേസിക്കലി പറഞ്ഞാൽ ബാങ്കുകാർ നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ കാണുമ്പോൾ നിങ്ങൾ ഒരു ഉടായിപ്പാണെന്ന് തോന്നാത്ത തരത്തിലുള്ള സിബിലും. നമ്മൾ കൂടുതലായും ഈ 5 lakhs മുകളിൽ വണ്ടി ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്കത് പ്രത്യേകം അങ്ങനത്തെ നല്ല കസ്റ്റമേഴ്സിന് മാത്രമേ ലോൺ കിട്ടുള്ളൂ അല്ലേ? പിന്നെ ഒരു 10 ലക്ഷത്തിന് മേലേക്കൊക്കെ നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ നിങ്ങൾ മാക്സിമം IT ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഈടൊക്കെ വെച്ച് വലിയ ചൊറയാണ്ടോ. നിങ്ങൾ നോക്കിക്കോളൂ. എന്തായാലും അടിപൊളി ഡീസൽ വണ്ടി. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഒരു സ്വിഫ്റ്റും കൂടി ഉണ്ടല്ലോ. ഇതേതാ? ഇത് 2021 വണ്ടിയാണ്. 21 21 ഓട്ടോമാറ്റിക് മാനുവലോ? ഇത് മാനുവൽ വണ്ടി. VXI വേരിയന്റ്, അതായത് മിഡിൽ ഓപ്ഷൻ അല്ലേ? 4 മാസം വണ്ടി. ഇതിലും ടയർ ഭാഗങ്ങൾ ഏകദേശം 90% കേട്ടോ. നമ്മളിവിടെ ടയർ പുതിയ റീസെന്റ് കിട്ടും. അതെ. കണ്ട ഒരു എല്ലാ വണ്ടിക്കും 90%-ഓളം ടയർ ഉണ്ട്. VXI ആയതുകൊണ്ട് തന്നെ വേറെ കുഴപ്പങ്ങൾ ഒന്നുമില്ല. എത്ര ഓടി ഉണ്ട്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 60,000 കിലോമീറ്റർ ഓടി, 60 സർവീസ് ചെയ്തു. 21 മോഡൽ പറഞ്ഞേ? 2021 മോഡൽ. 21 അപേക്ഷിച്ച് മോശമല്ലാണ്ട് ഓടി ഉണ്ടല്ലേ? 60 മൈലേജ് ഉണ്ട്. അതെ. പെട്രോൾ ആണെങ്കിലും മൈലേജ് ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കാര്യമായ കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ കിലോമീറ്റർ ആണെങ്കിലും ഓടിച്ചു എന്ന് വെച്ച് ഒരു നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടുത്തെ രജിസ്ട്രേഷൻ തന്നെയാ അല്ലേ?
കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്തെ അതുപോലെ തന്നെ കാസർഗോഡ് വണ്ടികളാണ് കൂടുതൽ അല്ലേ? കൂടുതലും KL 14 ഞാൻ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ, മാക്സിമം എല്ലാ വണ്ടിയും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും അതെ അല്ലേ, ഒരു പ്രശ്നമില്ലാത്ത ക്ലീൻ വണ്ടികളാണ്. ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ശരിക്കും ഒരു പുതിയ വണ്ടി ഷോറൂമിൽ പോയി നോക്കുന്ന പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പുതിയ ഷോറൂമുകാരുടെ കൂടി ഞാൻ തള്ളുന്നതാണെന്ന്. ഇവിടെ നിങ്ങൾ വന്ന് നോക്കിയോ, ഞാൻ ഈ പറഞ്ഞതിൽ കൂടുതൽ ഇതിനകത്ത് ഒരു സ്ക്രാച്ച് നിങ്ങൾ കാണിച്ചു തരാൻ നിങ്ങൾ പറഞ്ഞ പൈസ ഞാൻ കൊടുക്കും അല്ലേ? സത്യമല്ലേ? അങ്ങനെ തന്നെ അല്ലേ? നിങ്ങളും കൊടുക്കണ്ട എന്തെങ്കിലും പൈസ? എന്തായാലും നോക്കിക്കോളൂ. ഇതിന് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതിന് നമുക്ക് ഒരു 6.5 വരും. 6.5 2021 വണ്ടി അല്ലേ? 6,50,000 രൂപ. നെഗോഷ്യബിൾ ആവുമോ? അതിൽ ചെറിയ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ, അതായത് നമ്മളൊരു വീഡിയോ ചെയ്യുന്നു, നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് അല്ലെങ്കിൽ നിങ്ങളെ വണ്ടികളുടെ ക്വാളിറ്റി കണ്ടിട്ട് വരുന്നവർക്ക് മാക്സിമം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് അവർക്കൊരു സന്തോഷമാണ്. നമുക്ക് റിപ്പീറ്റ് പിന്നെ കസ്റ്റമർ കിട്ടുമല്ലോ. മാത്രമല്ല, നമ്മളൊക്കെ മുൻപോട്ട് പോകുന്നത് ഇവരുടെ സപ്പോർട്ട് കൊണ്ടോ. അപ്പോൾ അവർക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും അത്രത്തോളം മാക്സിമം ചെയ്തു. അതാണ് നമ്മുടെ മെയിൻ ആവശ്യം. ഓക്കെ, എന്തായാലും നിങ്ങൾ മാക്സിമം ക്വാളിറ്റി വണ്ടി വെക്കുക. ഇനിയിപ്പം നമ്മളിപ്പോ റേറ്റ് ഒരു 10,000 രൂപ കൂടി പോയാലും പിന്നീട് വണ്ടി കംപ്ലൈന്റ് എപ്പോഴും നമ്മളെ പരാതി ഉണ്ടാവും. റേറ്റ് ഒരു 10,000 കൂടി പോയാലും നല്ല വണ്ടി കിട്ടിയെന്നില്ല കോൺസെപ്റ്റ് ഉണ്ടാവും. അതിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളൊരു ചെറിയ പൈസക്ക് ഒരു വണ്ടി എടുത്തിട്ട് അതിന്റെ മേലെ ഒരുപാട് പൈസ നന്നാക്കാൻ കൊണ്ടുപോകുന്ന സമയം പ്രശ്നമാണ്. എല്ലാം നിങ്ങൾക്ക് നഷ്ടമേ. 60,000 വണ്ടി എടുത്താൽ തന്നെ ഫസ്റ്റ് കൊണ്ടുപോകാൻ കമ്പനി പോയി 60 സർവീസ് ചെയ്യാം. എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു പണിയും ബാക്കി വെക്കും. എല്ലാം നമ്മൾ ചെയ്ത് റെഡിയാക്കി ഇവൻ പോളിഷ് പോലും ചെയ്തിട്ട് ഇവിടെ വെക്കും. എടുക്കാൻ ഓടിക്കാം. കണ്ട വണ്ടികളൊക്കെ 100% ഞാൻ പറഞ്ഞല്ലോ, നല്ല ക്ലീൻ ആണ്. പിന്നെ ഒരുവിധം എല്ലാം വെള്ളം കിടക്കും തന്നെയാണ്, വേറെ കളറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. ഒരു ക്രിസ്റ്റ്യൻ കൂടി കാണിച്ചാൽ ഇവിടെ മൊത്തം 3 എണ്ണം ഉണ്ടല്ലേ? 2019 3 ഉണ്ട്. അതെ, ഓക്കെ. ഒരെണ്ണം ഏറ്റവും വേഗം കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇവിടെ ചെറിയ സ്ഥലപരിമിതി ഉണ്ട്. നമ്മുടെ ഇതുപോലെ തന്നെ വണ്ടി ഒരു സെറ്റും കൂടി ഉണ്ട് വേറെ. അതൊക്കെ നമ്മളെ യാർഡിലും ഗോഡൌണൊക്കെ അങ്ങനെ ഉള്ളത്. ഓ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏത് വണ്ടി ഇതേപോലത്തെ ക്ലീൻ വണ്ടി ഏത് വേണേലും നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ കിട്ടും കൊടുക്കും അല്ലേ? ഇന്നോവ തന്നെ ഇപ്പൊ 2018 16 മാനുവലും 18 ഓട്ടോമാറ്റിക് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതെ. അതിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കാണിച്ചതിൽ പുറമെ ഇതേപോലത്തെ നല്ല വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ഇവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇപ്പൊ ഇതേതാ മോഡല്? ഇത് 2019 Z ഓട്ടോമാറ്റിക്. 19 Z ഓട്ടോമാറ്റിക്. അപ്പൊ 20 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ. Z ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ അന്ന് ഇറങ്ങിയ ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. അതെ, 29/1/2020 ഡെലിവറി ഡേറ്റ് 2020. അത് നമ്മുടെ മോഡൽ 19 20 ഡെലിവറി. അടിപൊളി. പിന്നെ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര? 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20? വെറും 20,000. ഓ, 20 ഓടിയപ്പോ ഇത് കൊടുത്തു അല്ലേ? പക്ക. അതല്ല, 2019 ഉപയോഗം കുറവായിരുന്നു വണ്ടി. ഒരുപാട് വണ്ടികളുള്ള ടീമാണ്. അതെ. അതായത് ഇന്നോവയില്, അതായത് നമ്മുടെ ക്രിസ്റ്റയില് ഇത്രയും ലോ കിലോമീറ്റർ വണ്ടി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല. അതും Z ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. ഇപ്പം റീസെന്റ് ഇന്ന് വന്ന വണ്ടി. അതെ. ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. ഇത് മിസ് ചെയ്യാണ്ട് നോക്കിക്കോളൂ. ഫാൻസി നമ്പർ ആണ്. അതെ. ഫാൻസി നമ്പർ എത്രയാണ്? 0123 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. KL 14 രജിസ്ട്രേഷൻ ആണ്. ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സീറോ ക്ലെയിം കമ്പനി. ഇൻഷുറൻസ് ബാക്കി എല്ലാ സാധനങ്ങളും മമ്മൂട്ടി ടൂമർ ഉണ്ടാവുമല്ലോ അല്ലേ? ഇവൻ ടച്ചപ്പ് വരില്ല. അതാണ്. 20 ഓടിയിട്ടുള്ളൂ. ഓക്കെ, എന്താ പ്രൈസ് കൂടി നോക്കട്ടെ? പ്രൈസ് നമ്മള് 26,90 വരുന്നത്. 26,90. എനിക്ക് തോന്നുന്നു ഒരു 30-ന്റെ അടുത്ത് ഇനി വില വരുന്നില്ലേ? ഉണ്ട്. 30-ന്റെ മുകളിൽ വരുന്നു. Z ഓട്ടോമാറ്റിക്. ഓക്കെ, 30 33 അങ്ങനെ എന്തൊക്കെയോ. 33 അടുത്ത് എനിക്ക് അങ്ങനെ എന്തോ ഒരു ഓർമ്മയുണ്ട്. കറക്റ്റ് എനിക്ക് അറിയില്ല, നിങ്ങളൊന്ന് നോക്കിക്കോളൂ. 26 റേറ്റ് 26,90 അല്ലേ? നെഗോഷ്യബിൾ ആവും. മാക്സിമം കുറച്ച് കൊടുക്കുക. അതാണ് എനിക്ക് ആകെ പറയാനുള്ള ഒരു കാര്യം. വലിയ വണ്ടികളൊക്കെ മാക്സിമം നെഗോഷ്യബിൾ ആക്കും. IT ഒക്കെ ചെയ്യുന്നവർക്ക് എത്ര ലോൺ കിട്ടും? ഇതിപ്പോ നമുക്ക് IT ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ 19 ലക്ഷം വരെ ലോൺ കിട്ടും. അത്രേ കിട്ടുള്ളൂ. അപ്പോ ഏകദേശം ഒരു 4-5 ലക്ഷം രൂപ കൈ കാണണം അല്ലേ? 4-5 ലക്ഷം അല്ല, ഈ പറഞ്ഞ 6-7 ലക്ഷം കയ്യിൽ കാണണം. അത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലോൺ എമൗണ്ട് അത്രയും നല്ല കിട്ടാൻ നിങ്ങൾ ഇത് അതുകൊണ്ടല്ല ഈ ക്രിസ്റ്റ പോലത്തെ വാഹനങ്ങളൊക്കെ ആൾക്കാർ കമ്പനി ഇൻഷുർ ചെയ്യാം. അതെ. ബമ്പർ ടോമർ കമ്പനി ഇൻഷുർ ചെയ്യാം. ബമ്പർ ടോമർ ആയാലും ഫസ്റ്റ് പാർട്ട് ആയാലും. അപ്പൊ അവിടെ എപ്പോഴും IDV കുറച്ച് കുറവായിരിക്കും. നമുക്ക് ഈ IDV കൂട്ടി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പുതിയ ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. ന്യൂ ഇന്ത്യ പോലത്തെ കമ്പനിയിൽ പുതിയ ഇൻഷുറൻസ് 22-23 ലക്ഷം രൂപ IDV ഇടുകയാണെങ്കിൽ ആ എമൗണ്ട് നമുക്ക് ലോൺ എടുക്കാൻ ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ല. അതായത് ഇപ്പൊ IDV കൂട്ടി ഒരു ഇൻഷുറൻസ് എടുത്തു വിചാരിക്കാം. 10-15,000 കേസേ ഉള്ളൂ. അത് കൊടുത്താൽ നമുക്ക് മാക്സിമം ലോൺ കൊടുത്തു. അപ്പൊ നിങ്ങൾ അതാ ഞാൻ പറയുന്നത്, ചെറിയൊരു എമൗണ്ട് എന്തായാലും കൈ കണ്ടോളൂ. എന്നിട്ട് വന്നാൽ ഇത് നിങ്ങൾക്ക് എടുത്തു തരാം കേട്ടോ. എന്തായാലും ഒരു 5 lakhs കയ്യിൽ കണ്ടാൽ മതി. അതെ. ശരിക്കും നമ്മൾ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു സാധനം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നവാഹനം എന്ന് തന്നെ പറയാം. അതായത് ഒരു വണ്ടിയെ സ്നേഹിക്കുന്നവരെല്ലാവരും ഏതെങ്കിലും ഒരു കാലത്തൊന്ന് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വണ്ടി, ഫോർച്യൂണർ അല്ലേ? ടൊയോട്ട ഫോർച്യൂണർ ആണ്. അതും നല്ല പുതിയ വണ്ടി. ഏതാ മോഡല്? 2021 വണ്ടിയാണ്. 21 ഏറ്റവും പുതിയ ഷേപ്പിൽ വന്ന വണ്ടിയാണ്. ലെജൻഡറിന് മുമ്പ് വന്നത് അല്ലേ? അതെ. പിന്നെ വേണം ഇത് ലെജൻഡറിലേക്ക് കൺവേർട്ട് ചെയ്യാട്ടോ. ഓട്ടോമാറ്റിക് ലെജൻഡറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു 1 ലക്ഷം രൂപ മതി. അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം.
2 വീൽ ഓട്ടോമാറ്റിക് 2021 എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 17/3/2021. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് 2 വീൽ ഓട്ടോമാറ്റിക് 2 വീൽ ഓട്ടോമാറ്റിക് 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്. അതെ 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 അതെ. ആകെ 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 23 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓ, അത്രയും ക്ലീൻ വണ്ടിയാണ്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 2 വീൽ ഓട്ടോമാറ്റിക് സെഗ്മെന്റ് വരുമ്പോൾ ഇതിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവില്ല. എല്ലാം വരും. ഇതിപ്പോ 2 വീൽ ഓട്ടോമാറ്റിക് അതുപോലെ 4 വീൽ ഓട്ടോമാറ്റിക്. അതെ അതെ, രണ്ട് ഓപ്ഷൻസ് വരും. രണ്ട് ഓപ്ഷൻസ് അല്ലേ? ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ശരിക്കും 23,887 കിലോമീറ്റർ അല്ലേ കറക്റ്റ് പറഞ്ഞാൽ? കറക്റ്റ്. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലി വരും. ഫോർച്യൂണറിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങൾക്ക് അറിയാലോ, നോക്കിയാൽ മതി. ആ 23 ഓടിയ ടയറാണല്ലേ? അതെ അതെ. ഏകദേശം ഒരു 80% തന്നെ പറയാം. അതല്ല, നോർമലി ഒരു 45 വരെ ഓടും. അത്രേ ഓടുള്ളൂ. അപ്പോൾ ഏകദേശം ഇനിയിപ്പോൾ ഒരു 20 സംതിങ് കൂടി ഓടും. അതെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. പക്ഷെ കാണുമ്പോൾ നല്ല കട്ടയുണ്ടോ, അതിനകത്ത് കൈ വെച്ച് നോക്കിയാൽ ഉപയോഗത്തിന്റെയാണ്. ഇതൊക്കെ ഉപയോഗത്തിന്റെയാണ്. അതെ അതെ, ഓഫ് റോഡ് പോലൊന്നുമില്ല. അതെ അതെ, മെയിൻ ഹൈവേസിൽ മാത്രം ഓടിയ വണ്ടിയാണല്ലേ? അതുകൊണ്ടാണ് ഇത്ര കട്ട കാണിക്കുന്നത്. ഇതിപ്പോ ഓൾമോസ്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ 70% അടുത്ത് ടയർ ഉണ്ട്. എന്തായാലും ഉണ്ടല്ലേ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല, ടച്ചപ്പ് പോലും ഇല്ല. ക്ലീൻ വണ്ടി അല്ലേ? ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഈ വണ്ടിയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതിലും വലിയ അത്ഭുതം ഈ വണ്ടിക്ക് ഈ അലോയ് വീൽസിലില്ലേ, അതിൽ പോലും ഒരു സ്ക്രാച്ച് ഇല്ല. അതൊരു വലിയ കാര്യം തന്നെയാണ്. പുതിയ കൊടുക്കുന്ന കസ്റ്റമർക്ക് നമുക്ക് പുതിയ ബമ്പർ ടമ്പർ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. ഓക്കെ, അപ്പൊ പിന്നെ ഇനി എന്ത് സ്ക്രാച്ച് വന്നാലും കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. പ്രൈസ് കൂടി എന്ന് പറഞ്ഞോ? പ്രൈസ് വരുന്നത് 42.5 ലക്ഷം. 42. എനിക്ക് തോന്നുന്നു 52 അങ്ങനെ എന്തോ ഇപ്പൊ പുതിയ റേറ്റ് 50-ന് മുകളിലുണ്ട് അല്ലേ? ഓക്കെ, 42,50,000 രൂപ ഇവരുടെ ആസ്കിംഗ് പ്രൈസ് ആണ്. നെഗോഷ്യബിൾ ആണല്ലേ? ചെറിയ നെഗോഷ്യബിൾ ആക്കാം. അതിൽ പറഞ്ഞ ബമ്പർ ടമ്പർ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. ഇപ്പൊ ഇൻഷുറൻസ് 17/3 എക്സ്പയർ ആയി തീരും. അപ്പൊ പുതിയ എടുത്തു കൊടുക്കാം അല്ലേ? പിന്നെ നിങ്ങളൊന്ന് ആലോചിക്കണ്ട, ഇത് പുതിയത് എടുക്കാൻ പോകുന്ന ഒരാൾക്ക് 10 ലക്ഷം രൂപയുടെ ഡിപ്രീസിയേഷൻ കിട്ടുമില്ലേ? ഓൾമോസ്റ്റ് 10 ലക്ഷം. ഇനി രണ്ടാമത് വെക്കുന്ന ഇത്ര നഷ്ടം വരികയും ചെയ്യാം. നഷ്ടം വരില്ല. പുതിയ എടുത്ത് വെക്കുന്ന ഈ പ്രശ്നമുള്ളൂ. ഇതെടുത്ത് വെക്കുന്ന മാക്സിമം ഒരു 1-2 കൊല്ലം യൂസ് ചെയ്താലും ചെറിയൊരു പൈസ മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഫാക്ട് എന്ന് പറയുന്നത്. അതാണ്. അപ്പം ഈ യൂസ്ഡ് എടുക്കുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റും അത് തന്നെയാണ്. നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു 10-35 ലക്ഷം റുപ്യ ലോൺ കയറൂലേ? സുഖമായിട്ട് കയറില്ല. ഓക്കെ, പിന്നെ ഇൻഷുറൻസിന്റെ IDV കാര്യങ്ങളൊക്കെ മാക്സിമം കൂട്ടിയല്ലേ? നമ്മളിപ്പോൾ എടുക്കുന്ന ഇൻഷുറൻസ് മാക്സിമം IDV കമ്പനി എത്രയാണോ തരുന്നത് അത്രയും മാക്സിമം എടുത്തു കൊടുക്കുക അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ലോൺ ചെയ്തു തരും കേട്ടോ. അടുത്തത് വീണ്ടും ഒരു സെയിം സാധനം. ഇതേതാ? ഇത് 2019 മോഡലാണ്. 19 4 വീൽ ഓട്ടോമാറ്റിക് ആണ്. 4 വീൽ മുന്നേ പരിചയപ്പെടുത്തിയത് 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. ഇത് നല്ല രസമാണ്. ഇതൊരു ശരിക്കും ഒരു ബ്ലാക്ക് കളർ വണ്ടിയാണ്. ഇതിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ഓടിയുണ്ട്? ഇത് ഓട്ടം 60,000 കിലോമീറ്റർ. 60 സർവീസ് കമ്പനി ചെയ്തു അല്ലേ? അപ്പൊ ഇനി അടുത്ത 10,000 ഒന്നും ചെയ്യണ്ട. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ 4 വീൽ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് അല്ലേ? അത് എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 18/11/2019 ആണ് കേട്ടോ. ഇതൊക്കെ 11ാം മാസം വണ്ടിയാണ്. ലാസ്റ്റ് വണ്ടിയാണ്. അതുപോലെ ആൾക്കാർ തപ്പി നടക്കുന്ന സാധനം ബ്ലാക്ക്. എനിക്ക് തോന്നുന്നു ഇത് സെക്കൻഡ് ടയർ ആയിരിക്കും അല്ലേ? ടയർ ഒരിക്കൽ മാറ്റിയതാണ്. അപ്പൊ ഞാൻ നേരത്തെ കണ്ട ആ സെയിം കട്ട് ഇതിനും ഉണ്ട്. ഏകദേശം ഒരു 10-25,000 കിലോമീറ്റർ സുഖമായിട്ട് ന്യൂ ആക്കിയ അല്ലേ? പിന്നെ കിലോമീറ്റർ 60ന്റെ കറക്റ്റ് ഹിസ്റ്ററി കിട്ടുമല്ലോ അല്ലേ? എല്ലാം പക്കയാണ്. അടിപൊളി. അത് മാത്രമല്ല ഒരു റീപ്ലേസും ഇല്ല അല്ലേ? ക്ലീൻ വണ്ടി, അടിപൊളി കണ്ടീഷനിൽ കിടക്കണം. ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? ഇതിന്റെ പ്രൈസ് വരുന്നത് 36 ലക്ഷം വരും. 36,50,000 വരും. ഓക്കെ, അതും നിങ്ങളൊന്ന് ഒരു കാര്യം ആലോചിക്കേണ്ടത്. അതായത് ഇതിനേക്കാൾ 2 മോഡലേ താഴേക്ക് പോയിട്ടുള്ളൂ. ലേശം കിലോമീറ്റർ കയറി. ആ കിലോമീറ്റർ കയറി എന്ന് വെച്ചിട്ട് ഇതിനൊന്നും സംഭവിക്കാൻ കഴിയില്ല. 36,50,000. അതെ. പിന്നെ ആൾക്കാർ കൂടുതൽ വൈറ്റിനായിട്ടും ബ്ലാക്കിനാണ് എൻക്വയറി. നല്ല രസമുണ്ട് ഈ ബ്ലാക്ക് കാണാൻ വേണ്ടി. എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കേട്ടോ. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. ബ്ലാക്ക് ആയതുകൊണ്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആവാണ്ട് ഇപ്പൊ നിലവിൽ നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതെ, ഒരു 33 ലക്ഷം രൂപ സുഖമായിട്ട് ലോൺ കിട്ടില്ലേ? കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. 2019 വണ്ടി, 60,000 കിലോമീറ്റർ ഓടിയ 4x4 ഓട്ടോമാറ്റിക്. ഇനി ക്രെറ്റ ആണെങ്കിലോ? ഇത് 2021 ക്രെറ്റ വരുന്നത്. 21 5ാം മാസം. ഡീസലോ പെട്രോൾ അല്ലേ? ഇത് ഫുൾ ഓപ്ഷനാ? അല്ല, ഫുൾ ഓപ്ഷൻ. ഇത് ബേസ് മോഡൽ വരുന്നത്. ബേസ് ആണ്. ഈ ബേസിൽ എനിക്ക് തോന്നുന്നു അലോവിയിലൊക്കെ സെപ്പറേറ്റ് ചെയ്തു. ഇതിപ്പോ 1 lakh rupees കയറ്റിയിട്ടുണ്ട് അലോവിയിലും ടയറുമായിട്ട്. അതിന്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 12/5/2021 ആണ്. ഈ ടയറൊക്കെ അത്യാവശ്യം, ഈ അലോവിയിലൊക്കെ അത്യാവശ്യം നല്ല പൈസ ഉള്ള ബ്രാൻഡ്. GTR അലോവിയിൽ ബ്രാൻഡാണ്. നല്ല ടയർ അലോവിയിലൊക്കെ ഒരു 1 lakh വരും. ടയറും അലോവിയിലും അടക്കം. അതുകൂടാണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഈ അലോവിൽസിനെല്ലാം കൂടി ഒരു 10-50 രൂപേന്റെ അടുത്ത് എന്തായാലും അതിന്റെ മുകളിൽ വരും അല്ലേ? പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാനും. പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ കമ്പനിയായിട്ട് തന്നെ വരും അല്ലേ? സൺറൂഫ് ഇല്ലാതില്ലോ, ബാക്കിയൊക്കെ കമ്പനി സ്റ്റൈൽ തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് എത്ര കിലോമീറ്റർ അപ്പൊ നിലവിൽ ഓടിയിട്ടുള്ളത്? 35,000 ജെനുവിൻ ആണല്ലോ അല്ലേ? ഓക്കെ, ക്വാളിറ്റി വണ്ടിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. 35,000 കിലോമീറ്റർ ഓടിയ 2021 മോഡൽ പെട്രോൾ. സീറോ ക്ലെയിം ആട്ടോ, വേറെ ക്ലെയിമോ കാര്യമോ ഒന്നുമില്ല. ബേസ് മോഡലാണ്, പക്ഷെ എല്ലാം ചെയ്ത് സെറ്റപ്പ് ആക്കി. സർവീസ് ഓൾറെഡി ചെയ്തു. വിലയും കൂടി ഒന്ന് പറഞ്ഞോ? വില വരുന്നത്
10,60,000. 10,60,000 രൂപ. ഓക്കെ, നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. 10,60,000 രൂപയ്ക്ക് വളരെ ലോ കിലോമീറ്റർ പെട്രോൾ വണ്ടി കിട്ടും. പ്രൈസുകളെല്ലാം നെഗോഷ്യബിൾ ആണ്. കാരണം നിങ്ങളിൽ പലരും ഇതിനകത്ത് കമന്റ് ഇടാൻ റെഡിയായി നിൽക്കാന്ന് എനിക്കറിയാം. വില കൂടുതലാണെന്നുള്ളത്. വില കൂടുതലാണ് കമന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന് നോക്കിക്കോളൂ കേട്ടോ. മാക്സിമം കുറച്ച് തരും. എന്തായാലും ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഇന്നോവ ആണെങ്കിലോ? ഇന്നോവ 2013 V ഓപ്ഷൻ ആയിരുന്നു. 13 V. അതായത് 13 ഫുൾ ഓപ്ഷൻ. എനിക്ക് തോന്നുന്നു ഇത് ഒരെണ്ണം ഇവിടെ ഏറ്റവും കുറഞ്ഞ മോഡലാണല്ലോ. അതെ, ഇത് ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ മോഡൽ ഇതാണുള്ളത് 2013 V. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ഞാൻ പിന്നെ മോഡൽ കുറഞ്ഞായതുകൊണ്ട് കാണിക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ചുമ്മാ ഇരിക്കട്ടെ അല്ലേ, ഇതായിട്ടുള്ളവരും കൂടി കണ്ടോട്ടെ. ഇത് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ ആണ്. 1,59,000 കിലോമീറ്റർ ഓടി. ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. 1,60,000 സർവീസ് ഓൾറെഡി ചെയ്തതാണല്ലേ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വണ്ടി എക്സ്ട്രാ നീറ്റ് ആണ് കേട്ടോ. 4 ടയർ പുത്തൻ ടയർ ഉണ്ട്. വേറെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, അതായത് ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെ പറഞ്ഞോളൂ. അതുപോലെ ഫാൻസി നമ്പർ. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 1,59,000. 1,59,000. അതൊക്കെ ജെനുവിൻ ആണല്ലോ. 1,60,000 സർവീസ് ഓൾറെഡി കമ്പനി ചെയ്തു അല്ലേ, റീസെന്റ് ചെയ്തു. അടിപൊളി. പിന്നെ 4 പുത്തൻ ടയർ, ഫാൻസി നമ്പർ, അതായത് 1111 എന്ന ഫാൻസി നമ്പർ ഉണ്ട്. ഇന്റീരിയറും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കും കേട്ടോ. അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അന്നത്തെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ സംഭവങ്ങളും സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം കമ്പനി ഫിറ്റഡ് ആയിട്ട് വരികയും ചെയ്യും അല്ലേ. ക്ലീൻ വണ്ടി. ഇത് നമുക്ക് പ്രൈസ് എത്ര വരുന്നത്? ഇതിന് പ്രൈസ് 10,50,000. 10.5 ലക്ഷം രൂപ. 13 മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ്. 10,50,000 രൂപ ചോദിക്കുന്നത്. സിംഗിൾ ഓണർ ക്ലെയിം ഒന്നുമില്ല അല്ലേ. ഒരു പ്രശ്നമില്ലാത്ത ക്ലീൻ വണ്ടി. നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. നല്ലൊരു ഇന്നോവ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ, അതും ഈ ഷേപ്പിലുള്ള വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ATC കാർസിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകാട്ടോ. അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു കിയ സെൽറ്റോസ് അല്ലേ. ഇത് പെട്രോളാണോ ഡീസലാണോ? ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു വണ്ടിയും കൂടിയാണ്. ഇത് മോഡൽ ഏതാ? ഇത് 2020-21 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 20 മോഡൽ 21 രജിസ്ട്രേഷൻ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും കാരണം ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ്. ഓട്ടോ എത്രയാ? 55,000 കിലോമീറ്റർ ഓടി. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതായത് എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 3/3/2021 ആണ് കേട്ടോ. അതെ, ക്ലീൻ വണ്ടി, ഒരു കുഴപ്പമില്ല. പിന്നെ സർവീസ് ചെയ്താണ്. ഓക്കെ, അലോയ് വീൽസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇത് ടയർ മാറിയിട്ടില്ലല്ലോ. ടയർ മാറിയിട്ടുണ്ട് അല്ലേ. ഇത് കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-40 മാറിയതായിരിക്കും അല്ലേ. 10,000. അതായത് ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ അല്ലേ. ഓക്കെ, ഏറ്റവും ഫുള്ളിന് നേരെ താഴെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ പിന്നെ സീറ്റ് വെന്റിലേഷൻ ഒന്നും വരില്ല അല്ലേ. ബാക്കിയുള്ള സാധനങ്ങൾ സൺറൂഫും ഇല്ല അല്ലേ. ഓക്കെ, ക്വാളിറ്റി ഉണ്ടല്ലോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. അതായത് ഇതൊക്കെ പുതിയതെടുക്കാൻ ആഗ്രഹിക്കും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ വണ്ടികളും പോലെ പുതിയതെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ബെനിഫിറ്റ് കിട്ടുക. 2023 3 മാസം ഡെലിവറി ഉണ്ട്. അതെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് പ്രൈസ് വരുന്നത് 14.75 വരും. 14,75,000 രൂപ. എനിക്ക് തോന്നുന്നു ഒരു 18ന്റെ മേലെ എന്തായാലും പുതിയ വില. ഓട്ടോമാറ്റിക് കൂടി ആയതുകൊണ്ട് പിന്നെ 18-നൊക്കെ മേലെ എന്തായാലും നല്ല എൻക്വയറി സെഗ്മെന്റ് ആണ് ഡീസൽ ഓട്ടോമാറ്റിക്. നമ്മുടെ തന്നെ ഒരുപാട് വണ്ടികളിലൊക്കെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഈ ഓട്ടോമാറ്റിക് വണ്ടികൾ, അത് ഒന്ന് ഡീസൽ വണ്ടികൾ കംപ്ലീറ്റ്ലി നിർത്തി തുടങ്ങി. പിന്നെ ഓട്ടോമാറ്റിക് വണ്ടികൾ ആരും ഇറക്കുന്നില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനൊക്കെ നല്ല മാർക്കറ്റും റീസെയിൽ വാല്യൂ ഉള്ള ഒരു വണ്ടിയാണ് അല്ലേ. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടി കൂടുകയുള്ളൂ, ഒരിക്കലും കുറയത്തില്ല, അത് ഉറപ്പാണ്. പിന്നെ അതിപ്പോൾ നമ്മൾ നേരത്തെ ഇന്നോവ ക്രിസ്റ്റയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ക്രിസ്റ്റ നിലവിൽ ഓട്ടോമാറ്റിക് ഡീസൽ കംപ്ലീറ്റ് 2.82 അതുകൊണ്ടാണ് ഇത്ര ഡിമാൻഡ്. അതെ, അതുകൊണ്ട് വിലയൊക്കെ കുറച്ചുകൂടി ക്വയറി വരും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ ഒരു ക്രിസ്റ്റയും കൂടി കാണിക്കുന്നുണ്ട്, അതുകൂടി കാണിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 14,75,000 അല്ലേ. നെഗോഷ്യബിൾ ആണല്ലോ. സുഖമായിട്ടൊരു 12ന്റെ മേലെ ലോൺ കയറും. 12 എന്തായാലും കിട്ടും അല്ലേ. ബാക്കി പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര കിട്ടും അത്രയും നിങ്ങൾ കൂട്ടി മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ATC കാർസിലെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടി വീണ്ടും ഒരു ക്രിസ്റ്റ തന്നെ, അതും ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ. 2019. ശരിക്കും ഞാനിപ്പോൾ തൊട്ട് മുമ്പ് നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഈ സാധനം നിങ്ങൾക്ക് യൂസ്ഡ് മാത്രമേ ഇപ്പോൾ കിട്ടുള്ളൂ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കമ്പനി കംപ്ലീറ്റ്ലി നിർത്തി. ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ല അല്ലേ. അതുകൊണ്ടാണ് തോന്നുന്നു ഇതിനിപ്പോൾ ലേശം വില കൂടി വരുന്നത്. ഹൈക്രോസിൽ മാത്രമേ ഓട്ടോമാറ്റിക് വരുന്നുള്ളൂ. പക്ഷേ ഹൈക്രോസ് പിന്നെ പെട്രോൾ അല്ലേ, ഡീസൽ ഇല്ല. അത് എന്തൊക്കെ പറഞ്ഞാലും ഈ ഡീസൽ ഓട്ടോമാറ്റിക്കിന്റെ അവർ ഓടിക്കുന്ന സുഖം വേറെ ഒന്നിനും കിട്ടൂല. 2.82 ആണ്. പവറിന്റെ കാര്യത്തിൽ ഒരു പഞ്ഞമില്ലാത്ത വണ്ടിയാണ്. ഇത് ഏതാ മോഡല്? ഇത് 2019 9 മാസം വണ്ടി. സെയിം 19 തന്നെ അല്ലേ. അപ്പൊ 1, 2, 3 വണ്ടി ഇവിടെ ഉണ്ട്, നിരന്ന് കിടക്കുന്നുണ്ട്. പിന്നെ 9 മാസം എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഓട്ടം 72,000 ഓടി. 72 ഓടി. 70 സർവീസ്. ശേഷം ഓട്ടം കൂടുതലുണ്ട്. അതായത് ഓട്ടം കൂടുതലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. 70 എന്ന് പറയുന്ന ഓട്ടം ഒരു കൂടുതലേ അല്ല ഇന്നോവയെ സംബന്ധിച്ച് തോന്നുന്നതാണ്. അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. പിന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എക്സ്ട്രാ നീറ്റ് ആണ്, ഒരു കുഴപ്പമില്ല. ടയർ ഭാഗങ്ങൾ 80% ടയറും ഉണ്ട്. ഫാൻസി നമ്പർ 2020. ഓക്കെ, 19 മോഡൽ വണ്ടി, 2020 നമ്പർ. കൊള്ളാം. സെഡ് ഓട്ടോമാറ്റിക്, വേറെ അപാകതകളൊന്നുമില്ല. ക്ലീൻ വണ്ടി അല്ലേ. അടിപൊളി. നമുക്ക് ഇത് പ്രൈസ് എത്ര വരും?
ഇത് നമുക്ക് ഒരു 26,400 കൊടുക്കാം. 26,26,25,000 രൂപയാണ് വരുന്നത്. ഓൾമോസ്റ്റ് 33 ലക്ഷം രൂപ. ആക്ച്വലി മറ്റേത് കുറച്ച് ഓട്ടം കുറവാണെന്നേ ഉള്ളൂ, ഇത് ഓട്ടം കൂടുതലല്ല. അല്ല അതാ ഞാൻ പറഞ്ഞത്, അത് കുറവായിട്ട് നമ്മൾ കേട്ടതുകൊണ്ട് ഇത് കൂടുതലായിട്ട് തോന്നുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ക്രിസ്റ്റയ്ക്ക് വരുന്ന കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇനിയും വണ്ടികളുണ്ട്. 2016, 17 സെറ്റ് ഓട്ടോമാറ്റിക് വണ്ടികൾ നമ്മൾ കസ്റ്റഡിയിലുണ്ട്. ഓക്കെ, ഞാനിവിടെ കാണിച്ചതിന്റെ പുറമെ നിങ്ങൾക്ക് ഏത് വണ്ടി, അതായത് ഇത്രയും ക്ലീൻ ആൻഡ് നീറ്റ് ഏത് വണ്ടി വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? ഓക്കെ, അബ്ദുള്ളയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോന്റെ മേൽഭാഗത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാറ്റലോഗ് ഉണ്ടോ? കാറ്റലോഗ് ഉണ്ട്. പിന്നെ കാറ്റലോഗിന്റെ ഞാൻ ലിങ്ക് ഇറങ്ങി കൊടുത്തേക്കാട്ടോ. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ, വെറുതെ ഇവിടെ വരെ വന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ വന്ന് നോക്കിക്കോളൂ, ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾ ഇവിടെ വരിക, വന്നിട്ട് അതിന്റെ ക്വാളിറ്റി കാണുക, ഷോറൂമിൽ കൊണ്ടുപോകുക, ചെക്ക് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കുക അല്ലേ, എന്നിട്ട് എടുത്താൽ മതി. എല്ലാ സൗകര്യവും. പിന്നെ നമ്മളിപ്പോ വണ്ടി ഇഷ്ടപ്പെട്ട അഡ്വാൻസ് ഒക്കെ ആണെങ്കിൽ കൂടി കമ്പനിയിൽ പോകാം, ഒരു കുഴപ്പമില്ല. ഇവിടെ അടുത്തുണ്ടോ ഷോറൂം? ടൊയോട്ടന്റെ ഷോറൂം ഉണ്ട്, ഇവിടെ അടുത്ത് മാരുതി വണ്ടികളുടെ ഷോറൂം ഉണ്ട്, എല്ലാം അടുത്തുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അപ്പോൾ ആ പോണ വഴിക്ക് ഒന്ന് ഓടിച്ച് നോക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തു തരും. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ഇത്രയും സമയം പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിയിട്ട് ചെയ്തോളൂ, വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.